My dear students, welcome back. Today we continue consumer behavior. In the last session, we learned that there are two different approaches that explain consumer behavior. That is cardinal utility analysis and ordinal utility analysis. In the cardinal utility analysis, we learned that utility can be expressed in numbers or utility can be quantified. In real life, we never express utility in the form of numbers. In other words, the consumer does not measure utility in numbers. We can rank various alternative combinations in terms of having more or less utility. This forms ordinal utility analysis. കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ യൂട്ടിലിറ്റിയെ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ വേരിയസ് കൺസംഷൻ ബണ്ടിൽസ് പ്രിഫറൻസിൻ്റെ ഓർഡറിൽ റാങ്ക് ചെയ്യുന്നു. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പ്രകാരം നമുക്ക് വേണമെങ്കിൽ പറയാം മാംഗോയ്ക്ക് 15 യൂണിറ്റ് യൂട്ടിലിറ്റിയും ബനാനയ്ക്ക് 10 യൂണിറ്റ് യൂട്ടിലിറ്റിയും എന്ന്. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ ഇത് സാധ്യമല്ല. ബനാനയേക്കാൾ ഇഷ്ടം മാംഗോ ആണെന്ന് കമ്പയർ ചെയ്യാനേ സാധിക്കൂ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് പ്രിഫറൻസ് റാങ്ക് ചെയ്യാനേ സാധിക്കൂ. ദ കൺസ്യൂമർ റാങ്ക്സ് ദ ബണ്ടിൽസ് ഇൻ ദ ഓർഡർ ഓഫ് ഹിസ് പ്രിഫറൻസസ് ഫ്രം ദ ബെസ്റ്റ് ടു ദ ലീസ്റ്റ്. ഓർഡിനൽ എന്താണെന്ന് മറക്കില്ലല്ലോ, ഓർഡർ ഓഫ് പ്രിഫറൻസ്. സപ്പോസ് അവൈലബിൾ ബണ്ടിൽസ് ആർ 2, 1, 2, 1, 1, 1, 1, 0 and 0, 1. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഏതാണ്? 2 ആണല്ലേ. 2 give more utility or satisfaction compared to other bundles. So we can give first rank to this bundle. 1, and 2, second rank. Compared to other bundles, 1, 10 and 0, 1 are inferior bundles. So it is third rank and put here fourth rank. We gave same rank to the bundles 1, 2 and 2, 1 because these two bundles give the consumer same utility. Same utility or equal satisfaction തരുന്ന ബണ്ടിൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻറ്റ് ബണ്ടിൽസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ചോദിക്കുകയാണ് 2 ഐസ്ക്രീം വേണോ ഒരു ചോക്ലേറ്റ് വേണോ, അതോ 2 ചോക്ലേറ്റ് വേണോ ഒരു ഐസ്ക്രീം വേണോ? സപ്പോസ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഏതായാലും ഓക്കെ എന്നാണെങ്കിൽ എയ്തർ 1, 2 or 2, 1 ഐ ആം ഓക്കെ, അല്ലെങ്കിൽ നോ പ്രോബ്ലം, സെയിം യൂട്ടിലിറ്റി, സെയിം സാറ്റിസ്ഫാക്ഷൻ എന്നാണെങ്കിൽ ദീസ് ആർ ഇൻഡിഫറൻറ്റ് ബണ്ടിൽസ്. ഈ ഇൻഡിഫറൻറ്റ് ബണ്ടിൽസിനെ നമുക്കൊരു ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻഡിഫറൻസ് കർവ്. The points representing bundles which give the consumer equal utility can generally be joined to obtain a curve which is called an indifference curve. In other words, a curve joining all points representing bundles among which the consumer is indifferent is called an indifference curve. ഇവിടെ x ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ബനാനയും y ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് മാംഗോയും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഈ ബണ്ടിലിൽ ഒരു ബനാനയും 15 മാംഗോയും ഉണ്ട്. ദിസ് ഈസ് അനദർ ബണ്ടിൽ. ഇതിൽ 4 ബനാനയും 9 മാംഗോയും ഉണ്ട്. സപ്പോസ് ഈ 2 ബണ്ടിലും കൺസ്യൂമറിന് സെയിം സാറ്റിസ്ഫാക്ഷൻ പ്രദാനം ചെയ്യുന്നു. സെയിം സാറ്റിസ്ഫാക്ഷൻ ഓർ ഈക്വൽ യൂട്ടിലിറ്റി ഉള്ള ബണ്ടിൽസ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന കർവിന് പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ്. ഈ കർവിൽ ഈ 2 ബണ്ടിൽസ് മാത്രമല്ല ഉള്ളത്, lot of combinations in a single indifference curve that gives same satisfaction. All the points such as A, B, C and D lying on the indifference curve provide the consumer with the same level of satisfaction. We can see that the indifference curve slopes downward. Why? When a consumer gets one more unit of a good, he has to forgo some amount of other good. 115 എന്ന ബണ്ടിലിൽ നിന്ന് 212 എന്ന ബണ്ടിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബണ്ടിൽ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ 3 യൂണിറ്റ് മാംഗോ ഗിവപ്പ് ചെയ്തിട്ടാണ്
1 യൂണിറ്റ് ബനാന നേടിയത്. Therefore, the indifference curve slope downward. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ മാറ്റം വരാതെ 1 യൂണിറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു യൂണിറ്റ് നേടുന്നതിനെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. The amount of a good that the consumer has to forgo in order to get an additional unit of other good, her total utility level being the same, is called marginal rate of substitution. ടോട്ടൽ യൂട്ടിലിറ്റി സെയിം ആണെന്ന് പറയാൻ കാരണം കൺസ്യൂമർ റിമെയിൻസ് ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ്. Therefore, slope of the indifference curve is how many units of one good sacrificed for another good. That is marginal rate of substitution. Marginal rate of substitution is equal to modulus delta y by delta x. Marginal rate of substitution diminishing ആണ്. The tendency for the marginal rate of substitution to fall with increase in quantity of a good is known as law of diminishing marginal rate of substitution. Look at the table. Quantity of banana increase ചെയ്യുന്തോറും quantity of mango നഷ്ടപ്പെടുത്താനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നതായി കാണാം. Going from point A to B, the consumer sacrifices 3 mangoes for 1 banana. Going from point B to C, the consumer sacrifices 2 mango for 1 banana. And going from C to D, the consumer sacrifices just 1 mango for 1 banana. Look at the graph. Going from point A to B, the consumer sacrifices 3 mangoes for 1 banana. Going from point B to C, the consumer sacrifices 2 mangoes for 1 banana. And going from C to D, the consumer sacrifices just 1 mango for 1 banana. ആദ്യം ഒരു അഡീഷണൽ യൂണിറ്റ് ലഭിക്കാൻ 3 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായ കൺസ്യൂമർ നെക്സ്റ്റ് യൂണിറ്റിന് വേണ്ടി 2 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യാനേ തയ്യാറായുള്ളൂ. സോ with increase in the number of bananas, the consumer will feel the inclination to sacrifice small and smaller amounts of mangoes. This tendency is known as law of diminishing marginal rate of substitution. Law of diminishing marginal rate of substitution കാരണം ഇൻഡിഫറൻസ് കർവിന് സാധാരണ കോൺവെക്സ് ഷേപ്പാണ്. എന്നാൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കേസിൽ ഇൻഡിഫറൻസ് കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സപ്പോസ് എൻ്റെ കയ്യിൽ കുറച്ച് 5 രൂപ നോട്ട്സ് ഉണ്ട്. ഇതെനിക്ക് മാറി 5 രൂപ കോയിൻസ് ആക്കി മാറ്റണം. നമ്മൾ തമ്മിലൊരു എക്സ്ചേഞ്ച് നടത്താൻ പോവുകയാണ്. ഞാൻ ഒരു നോട്ട് തന്നാൽ നിങ്ങൾ എനിക്ക് എത്ര കോയിൻസ് തരും? 1 ഉള്ളൂ. ഇതുപോലെ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഡയറി മിൽക്കും മിൽക്കി ബാറും ഒരുപോലെ ഇഷ്ടമാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ എത്ര യൂണിറ്റ് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകും? ഈക്വൽ യൂണിറ്റ് അല്ലേ ഉള്ളൂ. അതായത് ചില ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അത്തരം സാഹചര്യങ്ങളിൽ ഇൻഡിഫറൻസ് കർവ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. The bundles 1-2 and 2-1 give same level of satisfaction. An indifference curve represents same amount of satisfaction. ഒരു ഇൻഡിഫറൻസ് കർവ് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ബണ്ടിൽസ് റെപ്രസെന്റ് ചെയ്യുന്നു. We can draw several indifference curves. Each one represents different levels of utility or satisfaction. 2-2 is more preferred or superior bundle. It can be represented by a higher indifference curve. 1-1 is an inferior bundle. It can be represented by a lower indifference curve. A family or a group of indifference curve is called an indifference map. The arrow indicates that bundles on higher indifference curves are more preferred. Features or properties of an indifference curve. Indifference curve slopes downwards from left to right. In order to have more of one good, the consumer has to forgo other good. Then higher indifference curve gives greater level of utility. ഒരു ഇൻഡിഫറൻസ് കർവിലുള്ള ഏത് ബണ്ടിലും സെയിം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. എന്നാൽ IC1മായി കമ്പയർ ചെയ്യുമ്പോൾ IC2വിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു.
110നേക്കാൾ 210 എന്ന ബണ്ടിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ പ്രദാനം ചെയ്യുന്നു. 210 എന്ന ബണ്ടിലിനേക്കാൾ 310 എന്ന ബണ്ടിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ പ്രദാനം ചെയ്യുന്നു. IC3 is more preferred and IC1 is less preferred. Higher indifference curve give more utility. Then, two indifference curves never intersect each other. Two indifference curves intersecting each other will lead to conflicting results. ഓരോ ഇൻഡിഫറൻസ് കർവും ഓരോ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ സൂചിപ്പിക്കുന്നു. ഹിയർ ബണ്ടിൽ എയുടെ യൂട്ടിലിറ്റി IC1 അനുസരിച്ച് കൺസിഡർ ചെയ്യുമോ IC2 അനുസരിച്ച് കൺസിഡർ ചെയ്യുമോ? Intersection point represents at the same time different levels of utility. This cannot happen. So, two indifference curves never intersect each other. Indifference curve മനസ്സിലായല്ലോ അല്ലേ? ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ സാറ്റിസ്ഫാക്ഷൻ തരുന്നതായി നമ്മൾ മനസ്സിലാക്കി. അതായത് മോർ യൂണിറ്റ്സ് ഉള്ള ബണ്ടിൽ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് മോണോട്ടോണിക് പ്രിഫറൻസ്. Consumers' preferences are said to be monotonic preferences if between any two bundles the consumer prefers the bundle which has more of at least one of the goods and no less of the other goods as compared to the other bundles. മനസ്സിലായോ? ഇല്ലല്ലേ? ഒരു ഉദാഹരണം പറയാം. എൻ്റെ കയ്യിലുള്ള ഒരു ബണ്ടിലിൽ 2 പെന്നും ഒരു പെൻസിലും ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 2 പെന്നും 2 പെൻസിലും ഉള്ള ഒരു ബണ്ടിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ 21 എന്ന ബണ്ടിൽ തരാം, 22 എന്ന ബണ്ടിൽ പകരം എനിക്ക് തരാൻ. നിങ്ങൾ സമ്മതിക്കുവോ? ഇല്ല. കാരണം എന്താ? എൻ്റെ ബണ്ടിലിൽ ഒരു യൂണിറ്റ് കുറവാണ്. അതേസമയം നിങ്ങളുടെ ബണ്ടിൽ 22ഉം എൻ്റെ ബണ്ടിൽ 23, 32, 33 ഇതിലേതെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ബണ്ടിൽ വാങ്ങാൻ തയ്യാറായേനെ. കമ്പയർ ടു 22, 23 x2 1 യൂണിറ്റ് കൂടുതലുണ്ട്. കമ്പയർ ടു 22 ആൻഡ് 32 x1 ഒരു യൂണിറ്റ് കൂടുതലുണ്ട്. കമ്പയർ ടു 22 ആൻഡ് 33 രണ്ട് ഗുഡ്സും ഓരോ യൂണിറ്റ് കൂടുതലുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഗുഡെങ്കിലും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കൺസ്യൂമർ തന്റെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഈസ് കോൾഡ് മോണോട്ടോണിക് പ്രിഫറൻസ്. ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ വ്യക്തമാക്കാം. Here we can see 3 bundles, 110, 210 and 310. Monotonic preference അനുസരിച്ച് 110നേക്കാൾ 210ഉം 310ഉം പ്രിഫേർഡ് ആണ്. കാരണം ഗുഡ്സിന്റെ അളവ് കൂടുതലുണ്ട്. 310 ഫസ്റ്റ് റാങ്കും 210 സെക്കൻഡ് റാങ്കും 110 തേർഡ് റാങ്കും കൊടുക്കാം. 110ൽ നിന്ന് 210ലേക്കോ 310ലേക്കോ ചേഞ്ച് ചെയ്യാൻ കൺസ്യൂമർ തയ്യാറാണ്. So, it is monotonic preference. നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും പഠിച്ചു. ഇനി അവ തമ്മിലുള്ള ഡിഫറൻസ് എന്തെല്ലാമെന്ന് നോക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് ഡെവലപ്ഡ് ബൈ പ്രൊഫസർ ആൽഫ്രഡ് മാർഷൽ. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഈസ് ഡെവലപ്ഡ് ബൈ J.R. Hicks and R.G.D. Allen. In cardinal utility analysis, utility can be measured. Measuring unit is utils. Ordinal utility cannot be measured but compared as rank. Cardinal utility is based on the law of diminishing utility. Ordinal utility is based on law of diminishing marginal rate of substitution. Cardinal utility is used to derive demand curve. The tool of ordinal utility is indifference curve. Textual questions from this session are: what do you mean by monotonic preferences? Combinations with more of first good or more of second good or more of both will represent combinations that have higher level of satisfaction or monotonic preference. നോട്ടിൽ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, അത് പഠിക്കണം. Then, if a consumer has monotonic preferences, can she be indifferent between the bundles 10, 8 and 8, 6? മോണോട്ടോണിക് എന്താണെന്ന് മനസ്സിലായല്ലോ. അറ്റ്ലീസ്റ്റ് 1 ഗുഡെങ്കിലും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കൺസ്യൂമർ തന്റെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. ഇൻഡിഫറന്റ് ബണ്ടിൽസ് എന്നാൽ
സം സെയിം സാറ്റിസ്ഫാക്ഷൻ തരുന്ന അല്ലെങ്കിൽ ഈക്വൽ യൂട്ടിലിറ്റി ഉള്ള ബണ്ടിൽസ്. ഇവിടെ 10.8 8.6 ഈക്വൽ യൂട്ടിലിറ്റി ഉള്ള ബണ്ടിൽസ് അല്ല. 10.8 and 8.6 do not have equal utility, so it is not in different bundles. Then next is suppose a consumer's preferences are monotonic. What can you say about the preference ranking over the bundles? 10-10 first rank, 10-9 second rank, and 9-9 third rank. Next one, suppose your friend is indifferent to the bundles 5-6 and 6-6. Are the preference of your friend monotonic? Consumption of the bundle 5-6 to 6-6 is monotonic. അതായത് അറ്റ്ലീസ്റ്റ് 1 good എങ്കിലും കൂടുതൽ ഉണ്ടായിരിക്കണം എന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയതിനാൽ 5-6 to 6-6 is monotonic. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. Stay home, stay safe, keep loving economics. Thank you.